വർഷങ്ങളായി ജനങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി രാമക്ഷേത്രം ജനങ്ങൾക്കായി അയോധ്യയിൽ തുറന്നുകൊടുത്തതോടെ മഥുരയിലെയും കാശിയിലെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള മസ്ജിദുകളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. രാമന്റെ ജന്മഭൂമിയിൽ ക്ഷേത്രം സാധ്യമായതുപോലെ മഥുരയിലും കൃഷ്ണനും കാശി വാരണാസിയിൽ ശിവനും ക്ഷേത്രം വേണമെന്ന വാദങ്ങൾ ഉയർന്നുവരുന്നുണ്ട്. അയോധ്യയിൽ സ്വീകരിച്ച നയങ്ങളുടെ ആവർത്തനം തന്നെയാവും ഇതിലും സംഭവിക്കുക എന്നതും വ്യക്തമാണ്. ബി.ജെ.പി. ഔദ്യോഗിക പദ്ധതിയായി ഇതിനെ ഇതുവരെയും സമീപിച്ചിട്ടില്ലെങ്കിലും ചില ഹിന്ദു ഗ്രൂപ്പുകളും വ്യക്തികളും ഈ വിഷയങ്ങൾ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ. രാമജന്മഭൂമി തർക്കം കൈകാര്യം ചെയ്യുന്നതിന് സമാനമായി ഈ വിഷയങ്ങളും പ്രാദേശിക കോടതികളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞെന്നാണ് വിവരം. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്യാൻവാപി പള്ളിയും മഥുരയിലെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിന് സമീപമുള്ള ഷാഹി ഈദ്ഗാഹ് മസ്ജിദും മുഗൾ കാലഘട്ടത്തിലുള്ള ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണെന്നും അതിനാൽ തിരികെ നൽകണമെന്നും ഹർജികൾ പറയുന്നുണ്ട്. അയോധ്യയുടെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട കോടതികൾ ഹർജിക്കാരെ സജീവമായി പരിഗണിക്കുന്നതോടെ ഈ രണ്ട് കേസുകളും പതിവിൽ കൂടുതലുള്ള വേഗതയുണ്ടെന്നും പറയുന്നുണ്ട്. ഷാഹി ഈദ്ഗാഹ് പരിസരം പരിശോധിക്കാൻ കമ്മീഷനെ നിയോഗിക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ മാസം ആദ്യം ഈ ഉത്തരവ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നിരുന്നതാണ്. എന്നാൽ മസ്ജിദിനു മുകളിൽ ക്ഷേത്രമുണ്ടായിരുന്നു എന്നത് അവകാശപ്പെട്ട് ഹിന്ദു സംഘടനകൾ നൽകിയ ഹർജിയെ സംബന്ധിച്ചുള്ള നടപടികൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. വാരണാസിയിലെ ഗ്യാൻവാപി പള്ളി വിഷയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനകം പ്രാദേശിക കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിലും ഈ വിഷയം ചർച്ചയിലാണ്. 2022 മുസ്ലിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉപയോഗിക്കുന്ന വാട്ടർ സ്പൗട്ടുകൾ യഥാർത്ഥത്തിൽ ശിവലിംഗങ്ങളാണെന്നാണ് ഹിന്ദു ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നത്. വലിയ ശ്രദ്ധ നേടിയ തലക്കെട്ടായിരുന്നു അത്. രാമജന്മഭൂമി പദ്ധതിയിലൂടെ പൂർത്തീകരണം തങ്ങൾക്ക് ഊർജം പകരുന്നതായി നേതാക്കളും പറയുന്നുണ്ട്. ബി.ജെ.പിക്കും ആർ.എസ്.എസിനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരില്ലെന്നും ആളുകൾ സ്വയം രംഗത്തു വരുമെന്നും വിവരമുണ്ട്. മഥുര കാശി തർക്കങ്ങളിൽ കോടതിയിൽ ഹർജിക്കാർക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുമെന്നും അവർ ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പ്രശ്നങ്ങളും മുഖ്യധാരയിൽ വലിയ ചർച്ചാ വിഷയമാവില്ലെങ്കിലും പൊതുതിരഞ്ഞെടുപ്പിന് ശേഷവും 2027 ഉത്തർപ്രദേശിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഇവ കേന്ദ്രത്തിൽ അവതരിപ്പിക്കാമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും മഥുരയും കാശിയും ബി.ജെ.പിയുടെയും മോദിയുടെയും അജണ്ടയാകുമെന്നും പറയുന്നുണ്ട്. സമാജ്വാദി പാർട്ടി മുസ്ലിം യാദവ് വോട്ട് ബാങ്കിന് തിരിച്ചടി നൽകാൻ കൃഷ്ണ ജന്മഭൂമി പ്രശ്നത്തിന് കഴിയുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിനിടെ ഗ്യാൻവാപി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഹർജിക്കാർക്ക് നൽകാൻ ജില്ലാ ജഡ്ജി ഉത്തരവിട്ടിട്ടുണ്ട്. പുരാവസ്തു വകുപ്പ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ വാദിഭാഗത്തിന് അവകാശമുണ്ടെന്ന് കാണിച്ച് ഹിന്ദു പക്ഷത്തെ രാകേഷ് സിംഗ് നൽകിയ ഹർജിയിലാണ് തീരുമാനം. സീൽ ചെയ്ത സർവേ റിപ്പോർട്ട് വാദിഭാഗത്തിന് നൽകരുതെന്നാവശ്യപ്പെട്ട് നേരത്തെ മുസ്ലിം വിഭാഗം കോടതിയെ സമീപിച്ചിരുന്നു. വാരണാസി ജില്ലാ ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോടതിയിലാണ് സീൽ ചെയ്ത സർവേ റിപ്പോർട്ട് പരസ്യപ്പെടുത്താനുള്ള സുപ്രധാന വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇരു കക്ഷികളുടെയും വാദം കേട്ട ശേഷമാണ് കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഹാർഡ് കോപ്പി ഇരു വിഭാഗങ്ങൾക്കും നൽകാമെന്ന് അറിയിച്ചത്. ഗ്യാൻവാപി നടത്തിയ സർവേയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ഫയൽ ചെയ്യുന്നതുവരെ പരസ്യപ്പെടുത്തരുതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നതിനാലാണ് ഇക്കാര്യത്തിൽ കോടതി തീരുമാനം വൈകിപ്പിച്ചത്. ഇമെയിൽ വഴി റിപ്പോർട്ട് ഇരു വിഭാഗങ്ങൾക്കും നൽകാം എന്നുള്ള കോടതി തീരുമാനത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എതിർത്തതോടെയാണ് ഹാർഡ് കോപ്പി നൽകാനായി തീരുമാനമായത്. ഈ പകർപ്പിനായി കക്ഷികൾ കോടതിയിൽ പ്രത്യേക അപേക്ഷയും നൽകേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട്.